എല്ലാവർക്കും FM ഗാസനിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു DSLR ക്യാമറയുമായിട്ടാണ്. അതായത് ഞാൻ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്യാമറ തന്നെയാണ്. അതേതാണെന്ന് നോക്കുകയാണെങ്കിൽ നൈക്കോണിൻ്റെ D5300 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇന്ന് നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷനും ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ലെൻസ് നോക്കുകയാണെങ്കിൽ 1855mm ഒരു ലെൻസാണ് ഇതിൽ വരുന്നത്. ഇതിൽ എടുത്തു പറയാവുന്ന ഒരു ഫീച്ചറാണ് ഇൻ്റർചേഞ്ചബിൾ ലെൻസ് എന്ന ഫീച്ചർ. അതായത് നൈക്കോൺ ഇറക്കുന്ന ഏതൊരു മോഡൽ ലെൻസും ഇതിൽ സെറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ലെൻസിൻ്റെ സൈഡിലായിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വേണം ലെൻസ് റിലീസ് ചെയ്യുവാൻ. അതുപോലെ ഒരു ഇൻബിൽറ്റ് സ്റ്റീരിയോ മൈക്ക് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ഇതിൽ 3.5 ഇഞ്ചിൻ്റെ ഒരു TFT LCD സ്ക്രീനാണ് ഇതിൽ വരുന്നത്. ഈ സ്ക്രീൻ നമുക്ക് ടിൽറ്റ് ചെയ്യാവുന്നതും 360 ഡിഗ്രിയിൽ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യാവുന്നതുമാണ്. അതുപോലെ ഈ ക്യാമറയുടെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ 3.5mm ഒരു മൈക്രോഫോൺ ജാക്കും ടൈപ്പ് C മിനി പിൻ വരുന്ന ഒരു HDMI ഔട്ട്പുട്ട് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ഫ്ലാഷും മൈക്രോഫോൺ സെറ്റ് ചെയ്യാവുന്ന ഒരു സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റാരുടെയും സഹായം കൂടാതെ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ടൈം സെറ്റ് ചെയ്ത് വെച്ച് അതായത് ഫോട്ടോ എടുക്കാവുന്നതാണ്. അതിനായിട്ടൊരു ടൈമർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാരം വരുന്നത് 480 ഗ്രാമാണ്. അതുപോലെ ഇതിലെടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ഇമേജ് ഷെയറിംഗ് ഫീച്ചർ. വൈഫൈ ആണ് ഇമേജ് ഷെയറിങ്ങിനായിട്ട് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്ന സോഴ്സ്. നൈക്കോണിൻ്റെ വയർലെസ് മൊബൈൽ യൂട്ടിലിറ്റി എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ക്യാമറയിൽ നിന്ന് ഫോണിലേക്ക് നമ്മൾ ഇമേജ് ഷെയർ ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൊബൈലിലൂടെ ഈ ക്യാമറ കൺട്രോൾ ചെയ്യാവുന്നതും ഫോട്ടോ എടുക്കാവുന്നതുമാണ്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ 24.2 MB ഒരു CMOS ടൈപ്പ് സെൻസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇമേജ് ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈസ് വരുന്നത് 23.5 × 16.5 ആണ്. ISO സെൻസിറ്റിവിറ്റി നോക്കുകയാണെങ്കിൽ അപ് ടു 12800 വരെയാണ്. അതുപോലെ വിത്ത് ബൂസ്റ്റ് 25600 ISO വരെ ലഭിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ മാക്സിമം ഇമേജ് റെസൊല്യൂഷൻ വരുന്നത് 6000 × 4000 വരെയാണ്. അതുപോലെ ഓട്ടോ ഫോക്കസിലേക്ക് നോക്കുകയാണെങ്കിൽ ഫേസ് ഡിറ്റക്ഷൻ ഉൾപ്പെടെ 39 ഓട്ടോ ഫോക്കസ് പോയിൻ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മാനുവലായിട്ട് ഫോക്കസ് ചെയ്യാനായി ലെൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ഫോക്കസ് ചെയ്യാനുള്ള റിങ് വരുന്നുണ്ട്. അതുപോലെ സ്റ്റോറേജ് അനുസരിച്ച് ഇതിൽ എത്ര ഫോട്ടോ എടുക്കാമെന്ന് നോക്കുകയാണെങ്കിൽ 16 GB മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്ന ഒരാൾ അതിൻ്റെ ഫോർമാറ്റും സൈസും ക്വാളിറ്റിയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ JPEG ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ JPEGൽ ഫൈൻ ക്വാളിറ്റി, ലാർജ്, മീഡിയം, സ്മോൾ എന്ന 3 സൈസിൽ എടുക്കാവുന്നതാണ്. അതിൽ ലാർജ് സൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഫോട്ടോ വരുന്നത് ഏകദേശം 12 MB ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 6 ഇമേജസ് വരെ നമുക്ക് എടുക്കാവുന്നതാണ്. മീഡിയം സൈസ് ഇട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ 1700 ഇമേജസ് വരെ നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ സ്മോൾ സൈസ് ഇട്ട് എടുക്കുകയാണെങ്കിൽ 3300 ഫോട്ടോസ് വരെ നമുക്ക് ഇതിൽ എടുക്കാവുന്നതാണ്. XPEED 4 ആണ് ഇതിൻ്റെ ഇമേജ് പ്രോസസ്സർ വരുന്നത്. അത്യാവശ്യം സ്പീഡ് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അതായത് ലൈവ് വ്യൂവിലിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഇമേജ് സ്ക്രീനിൽ വരുന്നതിനായിട്ട് 2 മുതൽ 3 സെക്കൻഡ് വരെ എടുക്കുന്നതാണ്. എന്നാൽ വ്യൂ ഫൈൻഡറിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ 60p വരെ ഫുൾ HD വീഡിയോസ് നമുക്ക് ഇതിലെടുക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത് 1920 × 1080 വരെയാണ്. ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ
7.2 വോൾട്ടിൻ്റെ 1230 mAh ഒരു ലിഥിയം അയോൺ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതുപോലെ അത്യാവശ്യം ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാവുന്ന ഒരു ചാർജറും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി ഫുൾ ചാർജ് ആക്കുകയാണെങ്കിൽ ഒരു 600 ഷോട്ട്സ് വരെ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ക്യാമറ നമുക്ക് 2 കളറിൽ അവൈലബിൾ ആണ്. റെഡിലും അതുപോലെ ബ്ലാക്കിലുമാണ് ഈ ക്യാമറ വരുന്നത്. ക്യാമറയുടെ ഇപ്പോഴത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1855mm ലെൻസോട് കൂടി വരുന്നതാണെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ഒരു 37,275 രൂപയ്ക്കൊക്കെ ഇപ്പോൾ ലഭിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും